എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സൂയിങ് സെഷനിലേക്ക് പോകാം. അതിനു മുമ്പ് കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം. സീംസും സ്റ്റിച്ചസും. എന്നാൽ നമുക്ക് ആദ്യം സ്റ്റിച്ചസിലേക്ക് കടക്കാം. സ്റ്റിച്ച് ടൈപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു 5 ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. 100 ക്ലാസ്, 300 ക്ലാസ്, 400 ക്ലാസ്, 500 ക്ലാസ്, 600 ക്ലാസ്. ഇതിൽ 100 വന്നിട്ട് സിംഗിൾ നീഡിലും 300 വന്നിട്ട് സിംഗിൾ നീഡിൽ, 400 വന്നിട്ട് മൾട്ടി ത്രെഡ്, 500 വന്നിട്ട് ഓവറേജ് ഓവർലോക്ക് എന്ന് പറയും, 600 വന്ന് കവർ സ്റ്റിച്ച് എന്ന് പറയും. ഡീറ്റെയിൽ അകത്തേക്ക് പോവാം. ക്ലാസ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ നീഡിൽ ചെയിൻ സ്റ്റിച്ച്. ഇതിൽ വന്നിട്ട് സിംഗിൾ നീഡിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ഒരു സിംഗിൾ ത്രെഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സിംഗിൾ ത്രെഡായിരിക്കും ലൂപ്പായിട്ടും വരിക, മേലെയുള്ള സ്റ്റിച്ചായിട്ടും വരിക. എക്സാമ്പിളിന് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ചാക്കുകളൊക്കെ തയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? സെയിം അതാണ്. ഈ ബാഗ് ക്ലോസ് ചെയ്യാനൊക്കെ മാക്സിമം ഇതാ യൂസ് ചെയ്യുക. പിന്നുള്ളത് വന്നിട്ട് സിംഗിൾ ത്രെഡിൻ്റെ ബ്ലൈൻഡ് സ്റ്റിച്ചാണ്. ഈ ബ്ലൈൻഡ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ബ്രാൻഡഡ് കാഷ്വൽ പാൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടത്തിൽ വന്നിട്ട് ഹെമ്മിങ് അടിച്ചിരിക്കുന്നത് ഈ സ്റ്റിച്ചിലായിരിക്കും. അടുത്ത് വന്ന് 300 ക്ലാസ്. ഇത് ലോക്ക് സ്റ്റിച്ച്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയുള്ള മെഷീനില്ലേ, ബോബിനിട്ട് തയ്ക്കുന്ന മെഷീൻ, ആ മെഷീനിൽ വരുന്നതാണ് ഇത്. ആ സ്റ്റിച്ചിൻ്റെ പേരാണ് 300 ക്ലാസ് ലോക്ക് സ്റ്റിച്ച്. അതിൽ തന്നെ സിഗ്സാഗും ഉണ്ടാവും. മേലെന്നൊരു നൂല് താഴ്ന്നൊരു നൂല് പോയി ലോക്ക് ആകുന്നതിനെയാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അത് വന്നിട്ട് അഴിഞ്ഞു വരില്ല. അടുത്ത് വന്നിട്ട് 400 മൾട്ടി ചെയിൻ സ്റ്റിച്ച്. ഇത് വന്നിട്ട് സിംഗിൾ നീഡിൽ ചെയിൻ സ്റ്റിച്ച് മെഷീൻ എന്ന് പറയും. മേലെ ഒരു ത്രെഡ് ഉണ്ടാവും, താഴെ ഒരു ത്രെഡ് ഉണ്ടാവും. ഇതിൽ ബോബിനല്ല വരിക, ഇതിൽ ലൂപ്പർ എന്ന് പറയുന്ന ഒരു സാധനമാണ് വരിക. ഇത് വന്നിട്ട് നമുക്ക് ലോക്ക് ഇല്ലാത്തതുകൊണ്ട്, ചെയിൻ ആയതുകൊണ്ട് നമുക്കിത് അഴിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. മനസ്സിലായല്ലേ? അടുത്ത് വന്നിട്ട് ഇതിൽ വന്നിട്ട് 404 നോക്കാം. ഇത് വന്നിട്ട് സെയിം, സിഗ്സാഗ് മെഷീനാണ്. ഇതും സെയിം അതേ ടെക്നിക്ക് തന്നെയാണ്. അടുത്തത് 500 ക്ലാസ്സിലേക്ക് പോവാം. ഇത് വന്നിട്ട് ഓവർലോക്ക് മെഷീൻ എന്ന് പറയും. ഇത് വന്നിട്ട് ഇപ്പോൾ 2 ത്രെഡ് ഓവർലോക്ക്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവും, മേൽ സൈഡ് അങ്ങനെ ഉണ്ടാവും. ഒരു നീഡിലും ഒരു ലൂപ്പറും. അടുത്തത് 504. ഇത് വന്നിട്ട് 3 നൂലുണ്ടാവും, 2 നീഡിലും ഒരു ലൂപ്പറും. ഇത് നമ്മുടെ മാക്സിമം എല്ലാം ഓവർലോക്ക് സീം വരുന്നതിലൊക്കെ അതാ യൂസ് ചെയ്യുക. ഇതും അത് തന്നെയാണ്. പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെക്കാട്ടിലും ഡിഫറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ ലൂപ്പർ വന്നിട്ട് വേറെ രീതിയിലാണ് പിടിക്കുക. നമ്മുടെ മേലുള്ള നീഡിൽ വന്നിട്ട് താഴെ ചേർന്ന് പിടിക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇതിൽ എന്താ മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയോ, ഞാനത് 500 ക്ലാസ്സിൻ്റെ സ്റ്റിച്ചുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇതും വന്നിട്ട് ഓവർലോക്ക് തന്നെയാണ്. ഇതിൽ വന്നിട്ട് 1, 2, 3 2 നീഡിലും 2 ലൂപ്പറും ഉണ്ടാവും. ഇതിൽ വന്നിട്ട് 2 നീഡിലുണ്ടാവും, 2 ലൂപ്പറുണ്ടാവും. സ്റ്റിച്ചിങ്ങനെ വരും. ഇത് വന്നിട്ട് ഓവർലോക്കാണ്. ഇതും 4 ത്രെഡ്. ഒരു സെറ്റ് ചെയിൻ സ്റ്റിച്ചായിട്ടും വരും, ഒരു സെറ്റ് ലോക്ക് സ്റ്റിച്ചായിട്ടും വരും. അങ്ങനെ. അടുത്തത് 5 ത്രെഡ്. മേലെ കാണിച്ച അതേ സംഭവം തന്നെയാണിത്. പക്ഷേ ഇതിൽ വന്നിട്ട് 5 ത്രെഡ് വരും. ഓരോ ഗാർമെൻറ്റിനും ഓരോന്നനുസരിച്ച് അവർ ഇപ്പോൾ ഇത് ലാസ്റ്റ് കാണിച്ച് വന്നിട്ട് മാക്സിമം ജീൻസിൻ്റെ സീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതേപോലെ മറ്റേ ഇതിന് ആവശ്യമുള്ള ഇത് വന്നിട്ട് 406.
ഇത് വന്നിട്ട് ഫ്ലാറ്റ് ലോക്ക് മെഷീൻ എന്ന് പറയും. അതായത് മേലെ 2 നീഡിൽ വരും, താഴെ ഒരു ലൂപ്പർ വരും. ഇത് എന്താ പറയുക, ഫ്ലാറ്റ് ലോക്ക് തയ്യൽ, നോർമൽ 2 നീഡിൽ, കവർ സ്റ്റിച്ച്, അങ്ങനെ പല രീതിയിൽ പറയും. 600 തന്നെയാണ്. ഞാൻ ആ ഒരു സ്ലൈഡ് മിസ്സായതുകൊണ്ട് അത് ഇടയിൽ ആഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആയത്. ഇത് അതായത് 602. ഇപ്പോൾ ഇതിന് വന്നിട്ട് ഈ മെഷീനിൽ വന്നിട്ട് മൊത്തം 3 നീഡിലുണ്ടാവും. അതായത് ഇഞ്ചസിൽ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ 1/8 ഡിഫറൻറ്റിൽ 3 നീഡിലുണ്ടാവും. ഇതിൽ അടുത്തുള്ള 2 നീഡിലാണ് ഇതിട്ടിരിക്കുന്നത്. ആ 2 നീഡിലും അതിൻ്റെ ബാക്ക് സൈഡും, അതായത് സ്മോൾ 2 നീഡിൽ എന്ന് പറയും. മേലൊരു ലൂപ്പർ, താഴെ ഒരു ലൂപ്പർ, അതായത് സ്മോൾ ഫ്ലാറ്റ് ലോക്ക്. ഇത് വന്നിട്ട് 5 ത്രെഡ് ഫ്ലാറ്റ് ലോക്ക് എന്ന് പറയും. അതായത് താഴെ ഒരു ലൂപ്പറും മേലെ ഒരു ലൂപ്പറും, മേലെ 3 നീഡിൽ. ഓക്കെ വാ. ഇത് വന്നിട്ട് ഫ്ലാറ്റ് സീം എന്ന് പറയും. അതായത് മേലെ 4 നീഡിൽ, മേലെ ഒരു ലൂപ്പർ, താഴെ ഒരു ലൂപ്പറും. സ്റ്റിച്ചസിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. അടുത്ത നമുക്ക് സീമിലേക്ക് പോവാം. എന്നാൽ സീമിലേക്ക് പോകല്ലേ. ഓക്കെ, സീം ടൈപ്പിൻ്റെ മൊത്തത്തിൽ വന്നിട്ട് ഒരു സൂപ്പർ എംബോസ്ഡ് സീം, ലാപ്ഡ് സീം, ബൗണ്ട് സീം, ഫ്ലാറ്റ് സീം, എഡ്ജ് ഫിനിഷിംഗ് സ്റ്റിച്ച് ആൻഡ് ഓർണമെൻ്റൽ സ്റ്റിച്ച്, ഇങ്ങനെ 6 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ആദ്യം ബേസിക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു തുണിയുടെ മേലെ ഒരു തുണി വെച്ചിട്ട് തയ്ക്കുന്നതിനെയാണ് സൂപ്പർ ഇമ്പോസ്ഡ് സീം എന്ന് പറയുക. ലാപ്ഡ് സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി അങ്ങോട്ടും ഒരു തുണി ഇങ്ങോട്ടും വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് തയ്ക്കുന്നതാണ് ലാപ്ഡ് സീം എന്ന് പറയുക. ബൗണ്ട് സീം എന്ന് പറയുന്നത് വന്നിട്ട് ഒരു തുണീനെ ഇങ്ങനെ ഒരു കവർ ആയിട്ട് തയ്ക്കുന്നതിനെയാണ് ബൗണ്ട് സീം എന്ന് പറയുക. ഫ്ലാറ്റ് സീം എന്ന് പറഞ്ഞാൽ ഒരു തുണി അങ്ങോട്ടും ഒരു തുണി ഇങ്ങോട്ടും മേലെ ഓവർലാപ്പിംഗ് ആകാണ്ട് അതിൻ്റെ മേലെ കൂടെ തയ്യൽ പോകുന്നതിനെയാണ് ഫ്ലാറ്റ് സീം എന്ന് പറയുക. എഡ്ജ് ഫിനിഷിംഗ് എന്ന് പറയുന്നത് വന്നിട്ട് ഒരു തുണീനെ ഇങ്ങനെ മടക്കി തയ്ക്കുന്നതിന് എഡ്ജ് ഫിനിഷിംഗ് എന്ന് പറയും. ഓർണമെൻ്റൽ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു തുണിയുടെ മേലെ വേറൊരു ഇതും ഇല്ലാமல் എന്തെങ്കിലും ഓർണമെൻ്റൽ, ബീഡ്സ്, മുത്ത്, അതുപോലത്തെ സാധനങ്ങൾ വെച്ച് തയ്ക്കുന്നതിനെയാണ് ഓർണമെൻ്റൽ സ്റ്റിച്ച് എന്ന് പറയുക. ഇതിൻ്റെ ഹെവി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഇതൊക്കെ വന്നിട്ട് സൂപ്പർ ഇമ്പോസ്ഡ് സീമിനുള്ള എക്സാമ്പിളാണ്. അതായത് ഒന്നിൻ്റെ മേലെ ഒന്ന് വരുന്നു. അത് തന്നെ സംഭവം, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് ലാപ്ഡ് സീം. ലാപ്ഡ് സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ മേലെ ഒന്ന് ഇവിടുന്നും ഇവിടുന്നും അങ്ങനെ വരുന്നു, അത് ലാപ്ഡ് സീം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൗണ്ട് സീം എന്ന് പറയും. അതായത് ഒരു തുണിയുടെ മേലെ അടുത്തൊരു കവറിങ് വെച്ച് അടിക്കുന്ന, ബൈൻഡിങ് അടിക്കുന്നതാണ് ബൗണ്ട് സ്റ്റിച്ച് എന്ന് പറയുക. അത് എക്സാമ്പിളാണ് ഈ കാണുന്നതൊക്കെ. അതേപോലെ ഇത് ഫ്ലാറ്റ് സീം എന്ന് പറയും. ഇവിടുന്നൊരു തുണി വന്നിട്ട് അതിൻ്റെ മേലെ കൂടെ തയ്ക്കുന്നത്. അതായത് ഇതിൽ വന്നിട്ട് ഓവർലാപ്പ് ആകത്തില്ല, അതിന് വന്നിട്ട് ഫ്ലാറ്റ് സീം എന്ന് പറയും. ഇത് വന്നിട്ട് എഡ്ജ് ഫിനിഷിംഗ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതായത് ഒരു തുണിയുടെ എഡ്ജ് മടക്കി തയ്ക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൂടെ തയ്ക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും, അത് എഡ്ജ് ഫിനിഷിംഗ് എന്ന് പറയും. അടുത്ത് വന്നിട്ട് ഓർണമെൻ്റൽ സ്റ്റിച്ച്. ഇത് വന്നിട്ട് മാക്സിമം വന്നിട്ട് അതായത് താഴെ ഒരു തുണി ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പിങ്, അതേപോലെ ഫ്ലീറ്റ്, ഇങ്ങനെ വരുമ്പോൾ തയ്ക്കുന്നതിന് ഓർണമെൻ്റൽ സ്റ്റിച്ച് എന്ന് പറയും. അതായത് മേലെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് തയ്ക്കുന്നതിന് ഓർണമെൻ്റൽ സ്റ്റിച്ച് എന്ന് പറയും. ഞാൻ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ അപ്പോഴേ കണ്ട എല്ലാ സ്റ്റിച്ചിൻ്റെ എക്സാമ്പിൾസാണ്. വെറുതെ നിങ്ങൾക്കൊന്ന് കാണാം. ഞാൻ ഈ PDF പേജ് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് 400 ക്ലാസ്സിൻ്റെ ആണ്. 400 ക്ലാസ്സിൻ്റെയാണ് എല്ലാം വരുന്നത്. 407, 408, 500 ക്ലാസ്, 503, 504, 505, 512, 514, 516, 600 ക്ലാസ്, 602, 605, 607. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ PDF ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം.
ഓക്കെ, അടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സീമിനെ പറ്റിയും സ്റ്റിച്ചസിനെ പറ്റിയും കുറച്ച് ഏകദേശം മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ക്രൂണൊക്കെ ടീഷർട്ട് തയ്ക്കുന്നത്. സ്റ്റാർട്ട്. സിംഗിൾ നീഡിൽ മെഷീൻ, ക്ലാസ് 300 301. അതായത് ഒരു ലേബിൾ അറ്റാച്ച് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്യുന്നു. ഇത് വന്നിട്ട് 500 സീരീസിൽ വരുന്ന 514 മെഷീൻ, ഓവർലോക്ക് മെഷീൻ എന്ന് പറയും. 2 നീഡിൽ 2 ലൂപ്പർ, 2 നീഡിൽ മേലെ ഒരു ലൂപ്പർ മേലെ ഒരു ലൂപ്പർ താഴെ. അടുത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നു. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് സെയിം മെഷീൻ തന്നെ, ഓവർലോക്ക് മെഷീൻ. അടുത്ത് നെക്ക് റിബ് പ്രിപ്പറേഷൻ ചെയ്യുന്നു. ആദ്യം കണ്ട സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതും ഓവർലോക്ക് മെഷീനാണ്. നെക്ക് റിബ് അറ്റാച്ച് ചെയ്യുന്നു. അടുത്തൊന്ന് നെക്ക് ടേപ്പ് എന്ന് പറയും. ഇത് ഫ്ലാറ്റ് ലോക്ക് മെഷീൻ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിംഗിൾ നീഡിൽ ചെയിൻ സ്റ്റിച്ച്. ഒരു നീഡിൽ ത്രെഡ്, ഒരു ലൂപ്പർ ത്രെഡ്. ഇതൊരു ജസ്റ്റ് ഒരു ലൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാഗ്, പ്രൈസ് ടാഗൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പാണ്. ഇത് അറ്റാച്ച് ചെയ്യുന്നത് വന്നിട്ട് സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനിലാണ്. അടുത്ത് വന്നിട്ട് നെക്ക് ബൈൻഡിങ് അടിച്ചല്ലോ, അത് ക്ലോസ് ചെയ്യുന്നു. അത് ക്ലോസ് ചെയ്യുന്നത് സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനിലാണ്. ഇനി സൈഡ് അടിക്കുന്നു. സൈഡ് അടിക്കുന്നത് ഓവർലോക്ക് മെഷീനിലാണ്. അടുത്ത് സ്ലീവ് ഹെമ്മിങ്. ഇത് വന്നിട്ട് ഫ്ലാറ്റ് ലോക്ക് മെഷീൻ എന്ന് പറയും. ഡബിൾ നീഡിൽ കവർ സ്റ്റിച്ച്, അതായത് മേലെ 2 നീഡിൽ താഴെ ഒരു ലൂപ്പർ.
അടുത്ത് ഹെമ്മിങ്, അതായത് ബോട്ടം ഹെമ്മിങ്. ഇതും സെയിം അതേ മെഷീൻ തന്നെയാണ്, സ്ലീവ് ഹെം അടിച്ച അതേ മെഷീൻ തന്നെയാണ്. താഴെ ഒരു ലൂബർ, മേലെ 2 നീഡിൽ. അങ്ങനെ ഈ ഹെമ്മിങ് അടിച്ചു കഴിഞ്ഞോടെ നമ്മുടെ ഒരു ഗാർമെൻറ്റ് ഫിനിഷായി കിട്ടും. ആ ടൈറ്റിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഹെമ്മിങ്ങിനൊക്കെ, അതായത് ഒരു ഓപ്പറേഷന് എന്ത് ടൈം ആകുന്നു എന്ന് വേണ്ടത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്തതാണ്. അത് ഞാൻ പിന്നീട് ആ ടൈമിങ്ങിനെ കുറിച്ച്, അതായത് മിനിറ്റ്സ് എന്ന് പറയും, അതിനെക്കുറിച്ച് അടുത്തായിട്ടൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ശരി, എന്നാൽ താങ്ക് യു. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം.